ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വാളിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ഏരിയ മാത്രമാണ് നോക്കി പോണത്. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ കുറച്ചേ പഠിക്കാവുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ത്രീ ഡയമെൻഷൻ ഓഫ് ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും, പിന്നെ ഹൗ വി ക്യാൻ പ്രൊമോട്ട് ഇക്വാളിറ്റി. അങ്ങനെ ഈ 2 ടോപ്പിക് മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തുവാണ് ഇക്വാളിറ്റി നോക്കാം. Equality is a concept which treats all persons as equal and provides all respect and consideration to all. അപ്പോൾ എന്തുവാണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യമായ ആദരവും പരിഗണനയും ലഭിക്കണമെന്നുള്ള ആശയത്തെയാണ് സമത്വം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവാണ്? എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും ഒരേ അവസരം നൽകണം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇക്വാളിറ്റി, സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 3 ഡയമെൻഷൻ ഓഫ് ഇക്വാളിറ്റി, സമത്വത്തിൻ്റെ 3 മാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. We have already seen that various type of inequalities existed in society. അപ്പം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. Various thinkers have studied and various ideologies have analyzed the inequalities existed in the society. അപ്പോൾ സമൂഹത്തിലെ ഒരുപാട് ചിന്തകരൊക്കെ ഈ ഇനിക്വാളിറ്റീസിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ട്. They point out that there are 3 dimensions for equality. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ 3 തരത്തിലുള്ള സമത്വമാണ് നമ്മുടെ സമൂഹത്തിലുള്ളതെന്നാണ് പറയുന്നത്. 3 ഡയമെൻഷൻ ഓഫ് ഇക്വാലിറ്റിയാണ് നമ്മുടെ സമൂഹത്തിലുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്വാലിറ്റിക്ക് എന്ത് കൊടുക്കുകയാണ്? ഒരു 3 മാനങ്ങൾ കൊടുക്കുകയാണ് അവർ. അപ്പോൾ അതിനകത്ത് ആദ്യത്തേത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, സോഷ്യൽ ഇക്വാലിറ്റി, എക്കോണമിക് ഇക്വാലിറ്റി. അപ്പോൾ 3 തരത്തിലുള്ള ഡയമെൻഷൻ ഉണ്ട് ഇക്വാലിറ്റിക്ക്. ഒന്നാമത്തത് പൊളിറ്റിക്കൽ, രണ്ടാമത്തത് സോഷ്യൽ, മൂന്നാമത്തത് എക്കണോമിക് ഇക്വാലിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, രാഷ്ട്രീയ സമത്വം എന്താണെന്നാണ്. രാഷ്ട്രീയ സമത്വം. By political equality, we mean the enjoyment of equal political rights by all individuals in the state. അപ്പം പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, രാഷ്ട്രീയ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? തുല്യ രാഷ്ട്രീയ അവകാശം അല്ലെങ്കിൽ പൗരസമത്വം. തുല്യ രാഷ്ട്രീയ അവകാശം അല്ലെങ്കിൽ പൗരസമത്വം, അതാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. They include rights like right to vote, right to freedom of expression, right to move and to form association. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ? റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം, റൈറ്റ് ടു മൂവ് ആൻഡ് ടു ഫോം അസോസിയേഷൻ, എന്തുവാണ്? സഞ്ചാര സ്വാതന്ത്ര്യം. നമുക്ക് ഫോം അസോസിയേഷൻ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ് ആൻഡ് റൈറ്റ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. അപ്പോൾ എന്തുവാണ്? പൊതു പദവികളിലിരിക്കാനും പിന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനും ഉള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഈ പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയിൽ ലഭിക്കുന്നുണ്ട്. ഡെമോക്രസി ആൻഡ് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് ആർ ദ ഹാൾമാർക്ക് ഓഫ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. അപ്പം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യവും യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ പ്രായപൂർത്തി, വോട്ടവകാശം. അപ്പോൾ ഇത് രണ്ടുമാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയുടെ മുഖമുദ്ര. This rights are considered as essential for citizens to develop themselves and to participate in the affair of the state. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഒരു പൗരന് സ്വയം വളരുന്നതിനും രാഷ്ട്രീയ കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നതിനും പൗരന്മാരെ പ്രാപ്തമാക്കുന്നതിന് എന്ത് വേണം? ഈ അവകാശങ്ങളെല്ലാം വേണം. The Constitution protects political equality. There are several constitution and ordinary laws to protect the political right of the citizen.
അപ്പോൾ എന്തുവാണ് നമ്മൾ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ടല്ലോ, ഈ പൊളിറ്റിക്കൽ ഇക്വാളിറ്റിയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ലോസ് ഒക്കെ ഉണ്ട്. ഈവൻ ഇൻ സച്ച് എ സൊസൈറ്റി വി ഫൈൻഡ് കൺസിഡറബിൾ ഇൻഇക്വാളിറ്റി. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും തന്നെയും നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട്, പലതരത്തിലുള്ള രാഷ്ട്രീയ അസമത്വങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ദിസ് ഇൻഇക്വാളിറ്റീസ് ആർ ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു സിറ്റിസൺ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഇൻഇക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത്? ഡിഫറൻസ് ഇൻ ദ റിസോഴ്സസ്, വിഭവങ്ങളുടെ അഭാവം കൊണ്ട്, ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു സിറ്റിസൺ, അപ്പം വ്യക്തികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മൂലം. So political and legal equality is not sufficient to build a just and egalitarian society. Still, political equality is considered as an important component of modern society. എന്നിരുന്നാലും രാഷ്ട്രീയ സമത്വം ഒരു സമത്വ സമൂഹത്തിൻ്റെ പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ബോക്സിലുള്ളത് പൊളിറ്റിക്കൽ ഇക്വാളിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ ആസ് പൊളിറ്റിക്കൽ റൈറ്റ് ഓർ ലീഗൽ ഇക്വാളിറ്റി എന്തൊക്കെയായിട്ട് അറിയപ്പെടുന്നു? നിയമപരമായ സമത്വം എന്നൊക്കെ ഈ പൊളിറ്റിക്കൽ ഇക്വാളിറ്റി അറിയപ്പെടുന്നുണ്ട്. റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള അവകാശം വരുന്നുണ്ട്. റൈറ്റ് ടു കണ്ടസ്റ്റ് ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള അവകാശം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ഫോം അസോസിയേഷൻ രൂപീകരിക്കുന്നതിനും സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ഹോൾഡ് പബ്ലിക് ഓഫീസസ്, അപ്പോൾ എന്താണ്, പൊതുപദവികളിലൊക്കെ ഇരിക്കാനുള്ള അവകാശം. ഫ്രീഡം ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശങ്ങളെല്ലാം നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇക്വാളിറ്റിയിൽ വരുന്നതാണ്. അടുത്തത് സോഷ്യൽ ഇക്വാളിറ്റി. In order to create an egalitarian society, it is necessary to have social equality also along with political equality. അപ്പോൾ എന്തുവാണ് ഈ പൊളിറ്റിക്കൽ ഇക്വാളിറ്റി? നമ്മൾ പഠിച്ചില്ലേ, പൊളിറ്റിക്കൽ ഇക്വാളിറ്റി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന സോഷ്യൽ ഇക്വാലിറ്റി, സാമൂഹിക സമത്വം. Social equality means provision of equal status to all the people in the society. സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പദവി നൽകുന്ന അവസ്ഥയെയാണ് സാമൂഹിക സമത്വം എന്ന് പറയുന്നത്. സമൂഹത്തിലെ എല്ലാവർക്കും എന്തുവാണ്, തുല്യ പദവി ലഭിക്കുന്ന അവസ്ഥയെയാണ് എന്തെന്ന് പറയുന്നത്, സാമൂഹിക സമത്വം, സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. Social equality removes special privileges given to any particular individual or individuals on the basis of caste, religion, race, color or wealth. It declares that nobody is eligible to get special privileges. അപ്പോൾ ഈ സാമൂഹിക സമത്വത്തിൽ പറയുന്നത് ജാതി, മതം, വംശം, നിറം, സ്വത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആർക്കും പ്രത്യേക പരിഗണന അനുവദിക്കരുതെന്ന് സാമൂഹിക സമത്വം ആവശ്യപ്പെടുന്നു. അപ്പോൾ എന്തുവാണ്, നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ഒരു ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ആർക്കും എന്ത് കൊടുക്കാൻ പാടില്ല, സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. പ്രത്യേക അവകാശങ്ങൾ ലഭിക്കാൻ ആർക്കും അർഹതയില്ലെന്നാണ് ഏത് പറയുന്നത്, സാമൂഹിക സമത്വത്തിൽ പറയുന്നത്. The important component of social equality is equality of opportunity. Social equality guarantees the enjoyment of equal opportunities by all individuals to develop their personality. സാമൂഹിക സമത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്, അവസര സമത്വമാണ്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. സ്വന്തം വ്യക്തിത്വം വികസിപ്പിക്കുന്നതിന് സമൂഹത്തിലെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തിത്വമൊക്കെ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യണം, ഒരേ അവസരം തന്നെ നൽകണം. അവസര സമത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്, സാമൂഹിക സമത്വം പ്രാധാന്യം നൽകുന്നുണ്ട്.
In order to have social equality, it is necessary that people belong to different group and community should have a fair and equal chance to compete for goods and opportunities. For this purpose, social and economic inequality should be minimized. അപ്പം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും എന്ത് വേണം? ഒരേ അവസരങ്ങൾ വേണം. ഏത് മേഖലയിലായിക്കോട്ടെ, ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും എന്ത് വേണം? നമ്മൾ എല്ലാവർക്കും ഒരേ അവസരങ്ങൾ കിട്ടണം എന്നാണ് പറയുന്നത്. It is also necessary that certain basic conditions should be ensured to all the members of the society, like adequate health care, opportunities for good education, adequate nourishment and minimum വേജസ്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? ജനങ്ങൾക്ക് ചില ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ചില ജനങ്ങൾക്ക് എന്ത് വേണം? ചില പ്രാഥമിക ആവശ്യങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ പ്രാഥമിക ആവശ്യങ്ങളിൽ വരുന്നതാണ് അഡ്വക്കേറ്റ് ഹെൽത്ത് കെയർ. അപ്പോൾ എന്ത് വേണം? നമുക്ക് ആവശ്യമായിട്ടുള്ള മെച്ചപ്പെട്ട ആരോഗ്യം വേണം. പിന്നെ എന്തുവാണ് പറയുന്നത്? ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗുഡ് എഡ്യൂക്കേഷൻ. അപ്പം എന്തുവാണ്? നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അഡ്വക്കേറ്റ് നൗറിഷ്മെൻറ്റ് ആൻഡ് മിനിമം വേജസ്. അപ്പോൾ എന്തുവാണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരവും മിനിമം വേതനവും ഒക്കെ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഇതെല്ലാം ഉറപ്പുവരുത്തണം എന്നാണ് ഇത് പറയുന്ന സാമൂഹിക സമത്വം കൊണ്ട് പറയുന്നത്. If equality of opportunities does not prevail in the society, the talent and abilities of vast majority of people are like to be wasted. അപ്പം ഇതൊന്നും എല്ലാവർക്കും ഒരുപോലെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ കഴിവുകളും അവരുടെ വ്യക്തിത്വമൊക്കെ വികസിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്യണം? അവസരങ്ങളും ആവശ്യങ്ങളും എല്ലാവരെയും ഒരുപോലെ നിറവേറ്റണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In India, a special issue arises regarding equal opportunities, not from the lack of facilities, but from the custom which prevailed in the country. അപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ എന്തുവാണ്? അവസരത്തിൻ്റെയോ സൗകര്യത്തിൻ്റെയോ മാത്രം ഇന്നിക്വാളിറ്റി അല്ല നിലനിൽക്കുന്നത്. പിന്നെ എന്തുവാണ്? ഇൻ സെവറൽ കമ്മ്യൂണിറ്റീസ് വുമൺ ആർ നോട്ട് ഗിവൺ ഈക്വൽ പൊസിഷൻ വിത്ത് മെൻ. അപ്പം പല സമൂഹത്തിലും എന്തുണ്ട്? സ്ത്രീകൾക്ക് പുരുഷൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. ദേ ആർ നോട്ട് ഗിവൺ ഈക്വൽ റൈറ്റ് ഇൻ വെൽത്ത് ഓഫ് ദെയർ ഫാദർ. അപ്പോൾ അച്ഛൻ്റെ സ്വത്തിന് എന്ത് കൊടുക്കുന്നില്ല? സ്ത്രീകൾക്ക് തുല്യ അവകാശം കൊടുക്കുന്നില്ല. ദസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഹൗസ് ദേ ആർ ഗിവൺ ഓൺലി ആൻ ഇൻഫീരിയർ പൊസിഷൻ. അപ്പം വീടിനകത്തായാലും പുറത്തായാലും എന്ത് ചെയ്യുന്നില്ല? സ്ത്രീകളെ ഒരു ഇൻഫീരിയർ ആയിട്ടാണ് കാണുന്നത്, കുറച്ച് കുറഞ്ഞ ഇതായിട്ടാണ് കാണുന്നത്. There are even social prohibitions as regarding their participation in certain kinds of ceremonies and activities. അത് മാത്രമല്ല, ചില പ്രത്യേക ഫങ്ഷൻസിനൊന്നും പങ്കെടുക്കാൻ ആരെ അനുവദിക്കുന്നില്ല? സ്ത്രീകളെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇതൊരു സാമൂഹിക അസമത്വം അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അസമത്വങ്ങളും എവിടെ നിൽപ്പുണ്ട്? നമ്മുടെ ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. If women are able to given social equalities, it is highly necessary that legal rights should be ensured to them. Policies should be formulated to prevent discrimination or harassment of women in public places and place of employment. Education of women should be encouraged and certain professions should be open to them. അപ്പോൾ ഇതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? അതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് സാമൂഹിക തുല്യത ലഭിക്കണമെങ്കിൽ അവർക്ക് തുല്യമായ എന്ത് വേണം? നിയമങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കെതിരെയുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതും തൊഴിൽ സ്ഥലങ്ങളിലെ പീഡനങ്ങൾ ഇല്ലാതാക്കുന്നതിനും എന്ത് രൂപീകരിക്കണം? നയങ്ങളൊക്കെ രൂപീകരിക്കണം. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണം. ചില തൊഴിൽ മേഖലകൾ എന്ത് ചെയ്യണം? അവർക്കായിട്ട് തുറന്നു കൊടുക്കണം എന്നാണ്. ഇപ്പം എന്തേലും ചെറിയ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തുറന്നിട്ട് എന്ത് ചെയ്യണം? സ്ത്രീകളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്.
In this case, the social workers and social groups have a major role to play. They can provide awareness and support to those who want to enjoy their rights. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, സോഷ്യൽ വർക്കേഴ്സിനൊക്കെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിയും. In Indian society, we see the existence of Indian social inequalities. Several sections of the society are discriminated on the ground of caste, religion or region. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ എന്തുണ്ട്, രൂക്ഷമായ സാമൂഹിക അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജാതിയുടെ പേരിലായിരിക്കാം, ചിലപ്പോൾ മതത്തിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ എന്തിൻ്റെ പേരിലായിരിക്കാം, പ്രദേശത്തിൻ്റെ പേരിലും ആവാം. പേരിൽ പല വിഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വിവേചനത്തിന് ഇരയാകുന്നുണ്ട്. The scheduled castes, scheduled tribes and other backward communities are given only an inferior position in the society. അപ്പോൾ ഇന്നും എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഈ SC ST അങ്ങനെയൊക്കെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അവരൊക്കെ എന്തുവാണ്, താഴ്ന്ന സ്ഥാനമാണ് നൽകുന്നത്. The condition of women is also miserable. സ്ത്രീകളുടെ കാര്യവും ഭയങ്കര കഷ്ടമാണ്. The ultimate cause of this social inequalities is the existence of social customs which prevailed in Indian society over several years. അപ്പോൾ ഇന്ത്യയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ചില സമ്പ്രദായങ്ങളാണ് ഇതിനെല്ലാം കാരണം. സോഷ്യൽ ഇക്വാലിറ്റി വാണ്ട് ടു ഇറാഡിക്കേറ്റ് സച്ച് ഈവിൽ കസ്റ്റംസ്. അപ്പോൾ എന്ത് വേണം, അത്തരം സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് സാമൂഹിക സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. സാമൂഹിക സമത്വത്തിൽ വരുന്നതെന്ന് വെച്ചാൽ എന്തുവാണ്, എല്ലാവർക്കും ഒരേപോലത്തുള്ള അവസര സമത്വം കിട്ടണം. അപ്പോൾ ജാതിയുടെ മതത്തിൻ്റെ ഒന്നും പേരിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റി നിർത്താൻ പാടില്ല, പ്രദേശത്തിൻ്റെ ഒന്നും പേരിലൊന്നും മാറ്റി നിർത്താൻ പാടില്ല എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്.